വോൾട്ടേജ് അറിയാനും ഉപകരണങ്ങൾ എത്ര കറണ്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് നോക്കാനും നിസ്സാര ചിലവിൽ ഏതൊരു സാധാരണക്കാർക്കും വാങ്ങിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കിഡിലൻ ഐറ്റം കാണിച്ചു തരാം. ഹമീദ് ഓർബിറ്റ് ആണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് ആദ്യം തന്നെ ഒരു ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങിക്കോളൂ. ഇത് പല ടൈപ്പിലുള്ള മീറ്ററുകളുണ്ട്, അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യത്തിന് പറ്റിയത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആദ്യം ഞാനിവിടെ കാണിക്കുന്ന ഈ മീറ്ററിൻ്റെ കൂടെ ഒരു 3 പിൻ വയറും ഒരു 2 പിൻ വയറുമാണുള്ളത്. അത് രണ്ടും കൃത്യമായിട്ട് കണക്ട് ചെയ്ത് വെക്കാനുള്ള സോക്കറ്റുകളും ഇതിൻ്റെ ബോർഡിലുണ്ട്. അത് രണ്ടും കൃത്യമായിട്ട് തന്നെ അതാത് സോക്കറ്റുകളിൽ ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ 2 വയറുകളും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം വണ്ണം കുറഞ്ഞ 3 വയറുകളും പിന്നെ അതുപോലെ തന്നെ വണ്ണം കൂടിയ 2 വയറുകളുമാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം. ഈ മീറ്ററിൽ മുകളിലുള്ള 3 ഡിജിറ്റുകൾ വോൾട്ടേജ് കാണിക്കാനും താഴെയുള്ള 3 ഡിജിറ്റുകൾ ആംപിയർ കാണിക്കാനുമുള്ളതാണ്. ഇതിൻ്റെ നീളം വരുന്നത് ആകെ 48 mm, വീതി വരുന്നത് 29 mm, പുറകിലേക്ക് ആകെ 22 mm ആണുള്ളത്. അപ്പോൾ ഇത് വളരെ ചെറിയ സൈസിലുള്ള ഒരു മീറ്റർ ആയതുകൊണ്ട് തന്നെ ഇതിന് പാകത്ത് ഒരു കട്ടിങ് ഉണ്ടായി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഏതൊരു ചെറിയ ഉപകരണത്തിലും ഇത് ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി, അവിടെ ലോക്കായിട്ടിരുന്നോളും. ഇനി നമ്മളിത് പ്രവർത്തിപ്പിക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 12 വോൾട്ട് 7H ബാറ്ററി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഇതിൽ വണ്ണം കുറഞ്ഞ വയറുകളിലുള്ള റെഡ് ബ്ലാക്ക് വയറുകളാണ്. അതിൽ ബ്ലാക്ക് നെഗറ്റീവിലേക്കും റെഡ് പോസിറ്റീവിലേക്കും കണക്ട് ചെയ്താൽ മീറ്റർ ഇതുപോലെ ഓണായി. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇതിൽ 0 ആണ് കാണിച്ചിട്ടുള്ളത്, അതായത് ബാറ്ററിയുടെ വോൾട്ടേജ് ഇതിൽ കാണുന്നില്ല. അപ്പോൾ നമുക്ക് വോൾട്ടേജ് റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതിലുള്ള യെല്ലോ വയറാണ്. അതുകൂടി പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് ഈ ബാറ്ററിയിലുള്ള വോൾട്ടേജ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ബാറ്ററിയിൽ ഇപ്പോൾ 12.6 വോൾട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ ആണ്. ഒരു 24 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഞാൻ അതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇതിൽ സാധാ DC പിന്നാണുള്ളത്. അത് നമ്മളൊരു DC ഫീമെയിൽ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ വയറുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അത് ഈ മീറ്ററിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഞാനിപ്പോൾ ഈ അഡാപ്റ്റർ സപ്ലൈയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഈ അഡാപ്റ്ററിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഈ റെഡ് ബ്ലാക്ക് വയറുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അത് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് നെഗറ്റീവിലേക്ക്, അതായത് ആ ചെറിയ 3 വയറുകളുള്ളതിൽ ബ്ലാക്ക് വയറിലേക്ക് കോമൺ ആയിട്ട് നെഗറ്റീവ് കണക്ട് ചെയ്തു. നമ്മളിതിൽ 12 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നത് മീറ്ററിന് വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള വോൾട്ടേജിന് വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ ഈ എക്സ്റ്റേണൽ സപ്ലൈ ചെക്ക് ചെയ്യുന്നത് ഈ യെല്ലോ വയറിലേക്ക് ഈ 24 വോൾട്ടിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ മീറ്ററിൽ നമ്മൾ എക്സ്റ്റേണലായിട്ട് കൊടുത്തിട്ടുള്ള ഒരു സപ്ലൈയുടെ വോൾട്ടേജാണ് കാണിക്കുന്നത്. ബാറ്ററിയുടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ മീറ്റർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിന് ആ വണ്ണം കുറഞ്ഞ റെഡ് ബ്ലാക്ക് വയറുകളിലേക്ക് 12 വോൾട്ട് സപ്ലൈ ഫുൾ ടൈം നമ്മൾ കൊടുത്തിരിക്കണം. അത് നമുക്ക് 5 വോൾട്ട് മുതൽ 40 വോൾട്ട് വരെയാണ് മീറ്ററിന് വർക്കിംഗ് വോൾട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കിതിൽ ആ റെഫറൻസിൻ്റെ യെല്ലോ വയറിലേക്ക് നമ്മൾ 100 വോൾട്ട് വരെ കൊടുത്തിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നെഗറ്റീവ് കോമൺ ആയിട്ട് തന്നെ കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഞാനൊരു 24 വോൾട്ട് ബാറ്ററി, അതായത് 2 ബാറ്ററി ഒരുമിച്ച് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ആദ്യത്തെ പോലെ തന്നെ റെഡ് ബ്ലാക്ക് വയറുകൾ നമുക്ക് മീറ്ററിൻ്റെ വർക്കിംഗ് വോൾട്ടേജിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ യെല്ലോ വയർ നമ്മൾ 24 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ 24 വോൾട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബാറ്ററിയിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ബാറ്ററിയുടെ വോൾട്ടേജ്, അതായത് 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഈ മീറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൻ്റെ മീറ്ററിൻ്റെ വർക്കിംഗ് വോൾട്ടേജിനായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സപ്ലൈ ഈ വണ്ണം കുറഞ്ഞ റെഡ് ബ്ലാക്ക് വയറുകളിലേക്കാണ്. അത് മാറിപ്പോകരുത്. വണ്ണം കൂടിയ റെഡ് ബ്ലാക്ക് വയറുകൾ നമുക്ക് ആംപിയർ ചെക്ക് ചെയ്യാനുള്ളതാണ്. അതിലേക്ക് നേരിട്ട് സപ്ലൈ കണക്ട് ചെയ്താൽ മീറ്റർ എന്തായാലും കേടാവും. അപ്പോൾ അതിന് നിൽക്കരുത്. ഇപ്പോൾ ഞാനീ പറഞ്ഞ വണ്ണം കൂടിയ വയറുകൾ ഇതാണ്. ഇത് നമുക്ക് ആംപിയർ ചെക്ക് ചെയ്യാനുള്ളതാണ്. അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ആംപിയർ ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൂടി ഇനി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആംപിയർ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ മൾട്ടിമീറ്ററിൻ്റെയൊക്കെ വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആംപിയർ ചെക്ക് ചെയ്യുമ്പോൾ ലോഡിന് സീരീസ് ആയിട്ടാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഇതിലേക്ക് നേരിട്ടൊരു സപ്ലൈ കൊടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ഈ മീറ്ററിൻ്റെ താഴത്തെ നീല ഡിജിറ്റുകളാണ് ആംപിയറിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ വണ്ണം കൂടിയ ബ്ലാക്ക് വയർ നമ്മുടെ സപ്ലൈയുടെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഇനി നമുക്കിവിടെ ബാക്കിയുള്ളത് വണ്ണം കൂടിയ റെഡ് വയറാണ്. അപ്പോൾ നമ്മൾ ആംപിയർ എങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് കാണിക്കാം. അതിനായിട്ട് ഞാനിവിടെ 12 വോൾട്ടിൻ്റെ ഒരു ബൾബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ബൾബിൻ്റെ ഒരു കണക്ഷൻ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്ത് വെച്ചു. ഇനി ബൾബിൻ്റെ ഒരു കണക്ഷനാണ് ബാക്കിയുള്ളത്. അത് നമ്മൾ നേരത്തെ ഒഴിവാക്കി വെച്ചിരുന്ന വണ്ണം കൂടിയ റെഡ് വയറിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ ഈ ബൾബിലേക്ക് ഈ മീറ്റർ വഴി സീരീസ് ആയിട്ടാണ് വണ്ണം കൂടിയ വയറുകൾ കണക്ട് ചെയ്തിട്ടുള്ളത്.
ഇതിൽ ബൾബിൽ ഒരു കണക്ഷൻ നേരിട്ട് കൊടുത്തു. രണ്ടാമത്തെ കണക്ഷൻ ഈ മീറ്റർ വഴി കയറി ഇറങ്ങിയിട്ടാണ് ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ലോഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ താഴെ നീല ഡിജിറ്റിൽ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഉപകരണം എത്ര കറണ്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് കാണിക്കും. ഇപ്പോൾ നമ്മളിവിടെ കാണിച്ച DC വോൾട്ടേജും ആംബിയറും അളക്കുന്ന ഈ മീറ്ററിൽ മാക്സിമം 100 വോൾട്ട് വരെ DC അളക്കാം. അതുപോലെ തന്നെ 10 ആംബിയർ വരെ ലോഡും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ AC വോൾട്ടേജും ആംബിയറും വാട്ട്സും പവർ ഫാക്ടർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ പറ്റിയ വിവിധ തരത്തിലുള്ള മീറ്ററുകൾ നമുക്ക് വേറെയും മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഇത്തരത്തിലുള്ള മീറ്ററുകളൊക്കെ നിങ്ങൾക്ക് കൊറിയർ വേണമെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഇന്ത്യയിൽ എവിടേക്കും കൊറിയറായിട്ട് കിട്ടും. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇത്തരം പ്രോഡക്റ്റുകൾ ഓൺലൈനായിട്ട് ലഭിക്കുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇതിനേക്കാൾ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കിടിലനായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ തന്നെ കമന്റിലൂടെ അറിയിക്കുക. താങ്ക്